പോകേണമൊരു നാൾ കൂടാരം വിട്ടു നാം പരദേശവാസികളെ, സ്വന്ത വീടുണ്ടക്കരെ നാട്ടിൽ, സ്വന്ത വീടുണ്ടക്കരെ നാട്ടിൽ. പോകേണമൊരു നാൾ കൂടാരം വിട്ടു നാം പരദേശവാസികളെ, സ്വന്ത വീടുണ്ടക്കരെ നാട്ടിൽ, സ്വന്ത വീടുണ്ടക്കരെ നാട്ടിൽ. ഇന്ന് പുറക്കാലത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് ചില വേദഭാഗങ്ങൾ വായിക്കാം. ആദ്യമായി എബ്രായ ലേഖനം 6-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം നമ്മൾ മുമ്പ് വായിച്ചതാണ്. ഇന്ന് രാവിലെ സമയം അത് ഒരിക്കൽ കൂടെ വായിക്കാം. ആമേൻ. ആമേൻ. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം. എബ്രായ ലേഖനത്തിലെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയങ്ങളിൽ ഒന്ന് പഴയ നിയമ യാഥാർത്ഥ്യങ്ങൾ എല്ലാം, അല്ലെങ്കിൽ പഴയ നിയമ നിഴലായി സൂചിപ്പിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടു എന്ന യാഥാർത്ഥ്യം എബ്രായ ക്രിസ്ത്യാനികളെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ളതാണ് എബ്രായ ലേഖനം. നമ്മുടെ കർത്താവ് ന്യായപ്രമാണം നീക്കുവാൻ വന്നവനല്ല, അവൻ അതിനെ നിവർത്തിക്കുവാൻ വന്നവനാണ് എന്നുള്ള സത്യം അരക്കെട്ടുറപ്പിക്കുവാൻ കൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് എബ്രായ ലേഖനം. നോക്കൂ, പഴയ നിയമ ഭക്തന്മാരായ ആളുകൾക്ക്, അല്ലെങ്കിൽ ഇതിന്റെ പശ്ചാത്തല വായനക്കാരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പഴയ നിയമമായും അതിലെ പ്രധാനപ്പെട്ട ഉപദേശ വിഷയങ്ങളുമായി അനായാസമായി ഏകീകരിക്കപ്പെടുവാൻ കഴിയും. അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, ശരണത്തിനായി ഓടി വരിക. നോക്കൂ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ആഴ്ച നമ്മൾ അല്പമായി ചിന്തിക്കുവാനിടയായി തീർന്നു. പഴയ നിയമത്തിലെ 6 സങ്കേത നഗരങ്ങൾ അബദ്ധവശാൽ ആരെങ്കിലും ഒരാൾ കൊല ചെയ്ത് അവൻ കൊലപാതകയായി തീർന്നാൽ അവനെ രക്ഷപ്പെടുവാനുള്ള ഒരു പഴുതാണ് അവൻ ഏറ്റവും സമീപത്തായിട്ടുള്ള സങ്കേത നഗരത്തിലേക്ക് അവൻ ഓടി അഭയം പ്രാപിക്കുക. പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 6 സങ്കേത നഗരങ്ങൾ ഏതൊക്കെ യാഥാർത്ഥ്യങ്ങൾക്ക് നിഴലായി നിൽക്കുന്നുവോ അത് മുഴുവൻ വാസ്തവമായി നമ്മുടെ കർത്താവായ യേശുവിൽ പൊരുളായി വെളിപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒന്നാമത്തെ സങ്കേത നഗരത്തിന്റെ പേര് കേദേശ് എന്നാണ്. വിശുദ്ധിക്ക് നിഴലായി നിൽക്കുന്നു. സ്വർഗം പോലും നമ്മുടെ കർത്താവിന്റെ വിശുദ്ധിക്ക് തുല്യമല്ലാതെ വണ്ണം ലോകം കണ്ടിട്ടുള്ള, ചരിത്രം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വിശുദ്ധൻ, വിശുദ്ധിയുടെ മൂർത്തിമ ഭാവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്താണ് ആ യേശുവിന്റെ സഭയെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്? ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. അതാണ് കർത്താവ് നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണമാകുന്നു. വിവിധ നിലകളിൽ നമുക്ക് ശുദ്ധീകരണം പ്രാപിക്കുവാൻ കഴിയും. പരിശുദ്ധാത്മാവ് നമ്മെ ശുദ്ധീകരിക്കുന്നു. ദൈവത്തിന്റെ വചനം നമ്മെ ശുദ്ധീകരിക്കുന്നു. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. രാവിലെ സമയം ശുദ്ധിയുള്ളവരായി, ശുദ്ധീകരിക്കപ്പെട്ടവരായി, പാപബോധത്തോടുകൂടെ പ്രാകാരത്തിൽ കാഴ്ചക്കാരായി നിൽക്കുന്നവരായിട്ടല്ല, പിന്നെയോ വിശുദ്ധീകരിക്കപ്പെട്ടവരായി അവകാശത്തോടെ കൃപാസനത്തോളം അടുത്തു വരുവാൻ നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വലിയ പദവിക്കായി ഈ രാവിലെ സമയം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. മറ്റ് ചില സങ്കേത നഗരങ്ങളും അവയുടെ ആത്മീക അർത്ഥങ്ങളും എന്താണ് എന്ന് ഇന്ന് രാവിലെ നമുക്ക് ചുരുക്കമായി ചിന്തിക്കാം. യോശുവയുടെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 7-ഉം 8-ഉം വാക്യങ്ങളൊന്ന് വായിച്ചാൽ. നോക്കൂ, 6 സങ്കേത നഗരങ്ങളുടെ പേരുകൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്. ഒന്നാമത്തേത് കേദേശ്, രണ്ടാമത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശേഖേം. ഇസ്രായേൽ മക്കളുടെ ചരിത്രം പരിശോധിച്ചാൽ അവരുടെ ചരിത്രത്തിൽ പരമപ്രധാനമായ സ്ഥാനമുള്ള ഒരു സ്ഥലമാണ് ശേഖേം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യെരുശലേമിൽ നിന്ന് 35 മൈൽ വടക്കുള്ള ഒരു സ്ഥലമാണ് ഈ ശേഖേം.
അബ്രഹാം അവിടെ തന്റെ ആദ്യ യാത്രയിൽ അവിടെ വന്ന് പാർത്തതായി തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. യാക്കോബ് ശേഖേമിൽ പാർത്തുവെന്നും അവിടെ തനിക്കുണ്ടായ സംഭവ വികാസങ്ങൾ നമ്മൾ തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. യാക്കോബിന്റെ പുത്രന്മാർ ശേഖേമിൽ ആടിനെ മേയിക്കുവാൻ പോയിരിക്കുന്നതെന്നും അവിടെ തന്റെ മകൻ ജോസഫ് മൂത്ത സഹോദരന്മാരെ തേടിപ്പോയതായും നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നു. അതിലെല്ലാം ഉപരി നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ശേഖേമിൽ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. സുഖാർ എന്ന് പറയുന്ന പുതിയ നിയമത്തിൽ പരാമർശിച്ചിരിക്കുന്ന സ്ഥലമാണ് പഴയ നിയമത്തിലെ ശേഖേം. ആ സുഖാറിൽ അവിടെ ഒരു യാക്കോബിന്റെ ഉറവ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ചെന്ന് ശമര്യക്കാരി സ്ത്രീയുമായി സംവാദിച്ച് അവളുടെ പാപം ക്ഷമിച്ച് അവളുടെ നിത്യരക്ഷയിലേക്ക് നയിച്ചതും അവളുടെ ആത്മദാഹം തീർത്തതും നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നു. നോക്കൂ, ശേഖേം വിവിധ അർത്ഥങ്ങളിൽ ഇസ്രായേൽ മക്കളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതും അവരുമായി അഭിവേദ്യമായ ബന്ധമുള്ള ഒരു സ്ഥലമാണ്. എന്നാൽ ശേഖേം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് തോൾ എന്ന അർത്ഥത്തിലാണ്, അല്ലെങ്കിൽ ഉയർന്ന സ്ഥലം, അല്ലെങ്കിൽ തോൾ, അല്ലെങ്കിൽ ഭുജം എന്ന അർത്ഥമാണ് ശേഖേം എന്ന വാക്കിന് ഉള്ളത്. നമ്മുടെ ജീവിതത്തിൽ അത് എങ്ങനെയായിരിക്കുന്നു എന്ന് ഇന്ന് രാവിലെ സമയം നമുക്ക് അല്പസമയം ചിന്തിക്കാം. 60-ാം സങ്കീർത്തനം ദാവീദ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏദോമ്യരെ അദ്ദേഹം പരാജയപ്പെടുത്തിയിട്ട് മടങ്ങി വന്നപ്പോൾ രചിച്ച ഒരു സങ്കീർത്തനമാണ്, ഒരു ഗാനമാണ് 60-ാം സങ്കീർത്തനം. അതിന്റെ 6 മുതലുള്ള ആ വാക്യങ്ങളൊന്ന് വായിച്ചേ. 60-ാം സങ്കീർത്തനം 6 മുതലുള്ള വാക്യങ്ങൾ. ഉറപ്പുള്ള നഗരത്തിലേക്ക് എന്നെ ആർ കൊണ്ടുപോകും, ഏദോമിലേക്ക് എന്നെ ആർ വഴി നടത്തും. ദൈവമേ, നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞില്ലയോ? നീ ഞങ്ങളുടെ സൈന്യങ്ങളോട് കൂടെ പുറപ്പെടുന്നതില്ല. വൈകിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. മനുഷ്യന്റെ സഹായം വ്യക്തമല്ലോ. ദൈവത്താൽ നാം നീതി പ്രവർത്തിക്കും. തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചു കളയും. ശാന്തി ജയമോൾ വന്നവരാണ്. ഇല്ലെങ്കിൽ പേടിക്കണ്ട, ജയമോള് മമ്മിയുണ്ട്. നോക്കൂ, ഞാൻ ശേഖേമിനെ വിഭാഗിക്കും, ഞാൻ സുക്കോത്ത് താഴ്വരയെ അളക്കും. ശേഖേമിൽ നിന്ന് 2 പെരുവഴികൾ ഉത്ഭവിക്കുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ശേഖേമിൽ നിന്ന് 2 ഹൈവേസ്, 2 വിശാലമായ വഴികൾ ശേഖേമിൽ നിന്ന് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ ശേഖേമിൽ വന്നെത്തിയാൽ താൻ എടുക്കേണ്ട അതിപ്രധാനമായ ഒരു തീരുമാനമുണ്ട്. അത് താൻ ഏത് വഴി തിരഞ്ഞെടുക്കും എന്നുള്ളതാണ്. ശേഖേമിൽ നിന്ന് ആ വ്യക്തി തിരഞ്ഞെടുക്കുന്ന വഴിയെ ആശ്രയിച്ചാണ് തന്റെ ഭാവി നിശ്ചയിക്കപ്പെടുന്നത്. അവിടെ നിന്ന് ഒരു വഴി ഏബാൽ പർവ്വതത്തിലേക്കും മറ്റൊരു വഴി ഗർസീം പർവ്വതത്തിലേക്കുമാണെന്ന് നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് വായിക്കുവാനായിട്ട് കഴിയും. ഈ 2 പർവ്വതങ്ങൾ, ഈ 2 വഴികൾ 2 യാഥാർത്ഥ്യങ്ങളുടെ നിഴലായി 2 ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ 2 അന്ത്യത്തെ കുറിക്കുന്ന വാക്കുകളായി നിൽക്കുന്നതാണ്. ഒന്ന് വായിച്ചേ. ആവർത്തന പുസ്തകം 11-ാം അധ്യായം അതിന്റെ 29-ാം വാക്യം. നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് ദൈവമായ യഹോവ നിന്നെ കടത്തിയ ശേഷം ഗെരിസീം മലയിൽ വെച്ച് അനുഗ്രഹവും ഗെരിസീം പർവ്വതത്തിൽ വെച്ച് അനുഗ്രഹവും ഏബാൽ മലമേൽ വെച്ച് ശാപവും, ഏബാൽ മലമേൽ വെച്ച് ശാപവും പ്രഖ്യാപിക്കണം. അപ്പോൾ ശേഖേമിൽ എത്തുന്നയാള് തുടർന്നുള്ള അവന്റെ വഴികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ ഗൗരവമായി തീരുമാനിച്ച് അവൻ വഴി നിശ്ചയിക്കേണ്ടത് ആവശ്യമാണ്. എന്താ കാര്യമെന്നറിയാമോ? ഒരു വഴി അനുഗ്രഹം പ്രഖ്യാപിക്കുന്ന പർവ്വതത്തിലേക്കും മറ്റേ വഴി ശാപം പ്രഖ്യാപിക്കുന്ന വഴിയിലേക്കുമാണ് പോകുന്നത്. ഹല്ലേലൂയ. മോശ വിളിച്ചു പറയുമ്പോൾ, ഇതാ ഞാൻ അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്
തിരഞ്ഞെടുക്കാം. ഹല്ലേലൂയ. നോക്കൂ, ക്രിസ്തുവിങ്കലേക്ക് അല്ലെങ്കിൽ ക്രിസ്തുവാകുന്ന അഭയസ്ഥാനത്തിലേക്ക്, സങ്കേത നഗരത്തിലേക്ക് ഓടി വരുന്ന ഏതു വ്യക്തിയും താൻ തിരഞ്ഞെടുക്കുന്ന വഴി സൂക്ഷ്മതയോടുകൂടെ ആയിരിക്കണം. ഈ ലോകത്തിന്റെ ഒരു വഴിയുണ്ട്, അത് വിശാലമായ വഴിയാണ്. അതിലെ സഞ്ചരിക്കുന്നവർ അനേകരാണ്. അവിടെ ലഭിക്കുന്ന നന്മകൾ, അവിടെ ലഭിക്കുന്ന കൂട്ടുകെട്ടുകൾ വളരെയേറെയാണ്. യേശു വിഭാവന ചെയ്യുന്ന ഒരു വഴിയുണ്ട്, അത് ഇടുക്കവും ഞെരുക്കവും ഉള്ളതാണ്. അവിടെ നിനക്കെതിരെ പതിയിരിക്കുന്ന ആക്രമണകാരികളുണ്ട്, അവിടെ നിനക്കെതിരെ പതിയിരിക്കുന്ന സിംഹങ്ങളുണ്ട്, അവിടെ നിന്നെ തകർക്കുവാൻ കഴിയുന്ന നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. അങ്ങനെയുള്ള വെല്ലുവിളികളെല്ലാം ഉണ്ടെങ്കിലും അതെവിടെ ചെന്ന് അവസാനിക്കുന്നു എന്നറിയാമോ? അനുഗ്രഹത്തിലേക്കുള്ള പാതയാണത്. ഹല്ലേലൂയ. നാശത്തിന്റെ വഴി ഒഴിഞ്ഞ് അനുഗ്രഹത്തിന്റെ വഴി തിരഞ്ഞെടുക്കുവാൻ നമ്മുടെ കർത്താവ് നമ്മെ മുൻകണ്ടല്ലോ, അവൻ മുൻ നിയമിച്ചല്ലോ. ഇന്ന് രാവിലെ സമയം നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ശേഖേമിൽ വരുന്നവൻ ഇതിലേതെങ്കിലും ഒരു വഴി തിരഞ്ഞെടുത്തെങ്കിലേ മതിയാവുകയുള്ളൂ. ഇയ്യോബ് പറയുന്നത്, എന്റെ വഴി നീ അറിയുന്നു. എന്റെ വഴികൾ, വഴി പ്രധാനമായിട്ട് നമ്മുടെ ജീവിത ശൈലി, നമ്മുടെ ജീവിത മാർഗം, നമ്മുടെ ജീവിത തത്വശാസ്ത്രത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. എന്ന് വായിച്ചേ, പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം ഒന്ന് വായിച്ചു. തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ, നീതിയുടെ വഴി അറിഞ്ഞതിന് ശേഷം, ഒന്നുകൂടെ വായിച്ചേ ആദ്യമായിട്ട്. തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയായ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ, തങ്ങൾക്ക് ലഭ്യമായ നീതിയുടെ വഴി, ആ കൽപ്പന ലഭ്യമായതിനു ശേഷം അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. നോക്കൂ, ആ വഴിയെ പോകാതെ, ഒന്നുകൂടെ വായിച്ചേ, അത് ഒരു തവണ ആദ്യമായിട്ട് വായിച്ചു. തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ, തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം, ആ കൽപ്പന അത് നീതിയുടെ വഴിയാണ്, അത് അറിഞ്ഞതിന് ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. നോക്കൂ, ഗൗരവതരമായ കാര്യമാണ്. ഇവിടെ വഴി നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞ് ആ നീതിയുടെ വഴി, ആ കൽപ്പന ലഭ്യമായതിനു ശേഷം ആ വഴി അനുസരിച്ച് ജീവിക്കാതെ, ഉപദേശമനുസരിച്ച് ജീവിക്കാതെ, ദൈവിക കൽപ്പനകൾക്ക് വിധേയപ്പെട്ട് ജീവിക്കാതെ തെറ്റായ മാർഗത്തിൽ കൂടെ ഒരുത്തൻ പോവുകയാണെങ്കിൽ തിരുവെഴുത്ത് അവനെ കുറിച്ച് പറയുന്നത്, അവൻ ഈ വഴി അറിയാതിരിക്കുകയായിരുന്നു അവൻ ഏറ്റവും നല്ലത്. അടുത്ത വാക്യം കൂടെ വായിച്ച്, അത് അല്പം കൂടെ ശാസന രൂപത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായ. നോക്കൂ, അങ്ങനെ പോകുന്നവരെ കുറിച്ച് വേദപുസ്തകം എന്താ പറയുന്നത്? നായ്ക്ക് തുല്യമായിട്ടാണ് അവരെ കുറിച്ച് പറയുന്നത്. അടുത്ത ഭാഗം, കുളിച്ചിട്ട് ചളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നും ഉള്ള സത്യമായ പഴഞ്ചൊല്ല് പോലെ അവർക്ക് സംഭവിച്ചു. നോക്കൂ, കർത്താവ് നമുക്ക് കാണിച്ചു തന്ന സത്യവഴിയുടെ പ്രകാശം വിട്ട്, ആ കൽപ്പന വിട്ട് നമ്മൾ മാറിപ്പോകുന്നവരാകുന്നുവെങ്കിൽ നമ്മൾ ഏറ്റവും ഗതികെട്ടവരാണ് എന്നാണ് വിശുദ്ധ തിരുവെഴുത്ത് നമ്മോട് വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ നാശത്തിന്റെ വഴി വിട്ടൊഴിഞ്ഞവരാണ്, നീതിയുടെയും അനുഗ്രഹത്തിന്റെയും മാർഗം പിന്തുടരുവാൻ തീരുമാനിച്ചവരാണ്. നമ്മൾ വഴി വിട്ടു പോകുവാൻ ഒരിക്കലും നമ്മുടെ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. യശയ്യാപ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം ഒന്ന് വായിച്ച്. അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും, അതിന് വിശുദ്ധ വഴി എന്ന് പേരാകും. ഒരശുദ്ധനും അതിൽ കൂടെ കടന്നു പോകില്ല, അവൻ അവരോട് കൂടെ ഇരിക്കും. വഴിപോക്കർ ഭോഷന്മാർ പോലും വഴിതെറ്റിപ്പോകില്ല. വഴിപോക്കർ ഭോഷന്മാർ പോലും. കർത്താവ് നമ്മുടെ മുമ്പിൽ ഒരു വഴി തുറന്നിട്ടുണ്ട്. അവൻ നമ്മുടെ മുമ്പിൽ തുറന്നിരിക്കുന്ന ആ വഴിയെ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ, ദാവീദ് പറയുന്നത്, എന്റെ ചുവടുകൾ, എന്റെ കാലുകൾ നിന്റെ ചുവടുകളിൽ തന്നെയായിരുന്നു. ദൈവത്തിന്റെ വഴി വിട്ട് ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ മാറുവാൻ ഇടയായിട്ടില്ല. എന്റെ കാലടികൾ നിന്റെ ചുവടുകളിൽ തന്നെ. ദൈവത്തിന്റെ വഴി അനുസരിച്ച്, ദൈവത്തിന്റെ ഹിതമനുസരിച്ച്, ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച്
ഇതുപോൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നീ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് നിന്റെ ചുവടുകൾ വെച്ചാൽ, നീ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് നിന്റെ ജീവിത വഴി മുമ്പോട്ട് നയിക്കുകയാണെങ്കിൽ, സ്വന്തം വിവേകത്തിൽ ഊന്നുന്നവരാകുവാനല്ല, സ്വന്തം അഭിപ്രായങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവരാകുവാനല്ല. അങ്ങനെയാണെങ്കിൽ നീ ലോകത്തിലേക്കും വലിയ ബുദ്ധിശാലി അല്ലെന്നിരിക്കട്ടെ, ഭോഷന്മാരെ പോലും നേരായ വഴിയെ നടത്തുവാൻ എന്റെ കർത്താവ് മതിയായവനാണ്. അവന്റെ വലിയ കരുണകൾക്കായി ഇന്ന് പകൽക്കാലം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അപ്പോൾ ഈ സങ്കേത നഗരമായിരിക്കുന്ന ശേഖേം അല്ലെങ്കിൽ ശേഖേമായിരിക്കുന്ന ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ഒരുവൻ വന്ന അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ക്രിസ്തു അവനെ ഭുജങ്ങളിൽ വഹിക്കുന്നവൻ. ഒരു മനുഷ്യന് 100 ആട് ഉണ്ടെന്നിരിക്കട്ടെ, അതിലൊന്ന് കാണാതെ പോയാൽ അവൻ 99 മരുഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് ആ കാണാതെ പോയതിനെ തേടി പോകയില്ലേ? അതിനെ കണ്ടുകിട്ടിയാൽ അവൻ എന്ത് ചെയ്യുന്ന? അതിനെ ഭുജത്തിന്മേൽ വഹിക്കും. ഒന്ന് വായിച്ച ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം ഒന്ന് വായിച്ച്. കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിലെടുത്ത് വീട്ടിൽ വന്ന സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി. കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് അവൻ എന്ത് ചെയ്യുന്നു? ചുമലിൽ വഹിക്കുന്നു. എന്ന് പോൽക്കാലം എങ്ങനെയായിരുന്നു നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് ഇതിനെ നമ്മുടെ അനുഭവമാക്കി മാറ്റുവാൻ കഴിയുന്നത്? നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് നമ്മൾ കാണാതെ പോയ ആടുകളെ പോലെ ആയിരുന്നു. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. നമ്മുടെ കർത്താവ് നമ്മെ തേടിയെത്തി. മാത്രമല്ല, അവൻ നമ്മെ അവന്റെ ചുമലിൽ വഹിക്കുന്നവനാണ്. നമ്മുടെ കഷ്ടതയുടെ നടുവിൽ, നമ്മുടെ വേദനയുടെ നടുവിൽ, നമ്മുടെ ഏകാന്തതയുടെ നടുവിൽ, നമ്മൾ ഒറ്റപ്പെടുന്ന സാഹചര്യത്തിൽ, നമ്മുടെ കഷ്ടതയുടെ നെല്ലിപ്പലകയിൽ നമ്മൾ എത്തുമ്പോൾ ഒറ്റയ്ക്കല്ല അവൻ നമ്മെ ചുമലിൽ വഹിച്ചിരിക്കുന്നു. അതാണ് ഈ ശേഖേമിന്റെ പ്രത്യേകത. ഹല്ലേലൂയ. നോക്കൂ, 68-ാം സങ്കീർത്തനം 19-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. നമ്മുടെ രക്ഷയായ ദൈവമായി, നമ്മുടെ രക്ഷകൻ, അവൻ നമ്മെ നാൾതോറും വഹിക്കുന്നവനാണ്. ഭുജത്തിൽ നമ്മെ വഹിക്കുന്നവൻ, തോളിൽ നമ്മെ വഹിക്കുന്നവൻ, നമ്മുടെ കഷ്ടതയുടെയും പ്രയാസത്തിന്റെയും എല്ലാം കാലഘട്ടം. പക്ഷെ എത്ര നാളാ? എത്ര കാലമാ? ഒന്ന് വായിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 46-ാം അധ്യായം 3 മുതൽ 3-4 വാക്യങ്ങൾ. യെശയ്യാ 46. ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും ഉദരം മുതൽ ചുമക്കപ്പെട്ടവരുമായി ഇസ്രായേൽ ഗ്രഹത്തിൽ ശേഷിച്ചിരിക്കുന്ന എല്ലാവരുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പി. നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ. നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ. ജോമോൻ പുത്തൻപുരക്കൽ എന്ന് പറഞ്ഞിടത്തുണ്ട് കേരളത്തില്. ജോമോൻ പുത്തൻപുരക്കൽ അവൻ വലിയ മനുഷ്യാവകാശ പ്രവർത്തകനാണെന്ന് പറയും. അവൻ അഭയ കേസിന്റെ ഒക്കെ പുറകെ നടന്നിങ്ങനെ കേസ് കളിച്ച് മനുഷ്യന്റെ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാം ഓടുന്ന ആളായിട്ട് പുള്ളി അഭിപ്രായപ്പെടുന്നത്. മനുഷ്യാവകാശ പ്രവർത്തകനാണെന്ന് പറയുന്നത്. ഈ അടുത്തിടെ അവനെ കുറിച്ച് കോടതി ഒരു അന്വേഷണം നടത്തിയപ്പോൾ 89 വയസ്സുള്ള അവന്റെ അപ്പനെ അവനൊരു അനാഥശാലയിൽ ഇട്ടിരിക്കുക. അവൻ വലിയ മനുഷ്യാവകാശ പ്രവർത്തകൻ. എവിടെ അനീതി ഉണ്ടോ അതിനെയെല്ലാം നേരെയാക്കുന്ന ആളാണ്. അവന്റെ അപ്പന് 89 വയസ്സുണ്ട്. പുള്ളി അനാഥശാല 14 അല്ലേ? ഇപ്പൊ നല്ല പ്രായത്തിൽ കൊണ്ടേ അവിടെ. മക്കളൊക്കെ അത്രയേ ഉള്ളൂ, അത്രയും കാണത്തില്ല ഇവിടെ അവിടുത്തേക്കായി. പക്ഷെ നിന്റെ രക്ഷകൻ നിന്നെ ചുമക്കുന്ന എത്ര നാളാണെന്നറിയാമോ? ഉദരം മുതൽ നിന്നെ വഹിച്ചവൻ, ഉദരം മുതൽ നിന്നെ ചുമന്നവൻ എന്നുവരെയാണെന്നറിയാമോ? നിന്റെ വാർദ്ധക്യത്തിലും എന്റെ കർത്താവ് നിന്നെ ഉപേക്ഷിക്കുന്നവനല്ല. ശേഖേമിൽ നീ എത്തിച്ചേർന്നുവെങ്കിൽ, നീ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി നീ തിരഞ്ഞെടുത്തുവെങ്കിൽ, നീ ഭാരപ്പെടേണ്ടാത്ത ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നിന്റെ ഭാരമെല്ലാം ചുമക്കുന്ന ഒരുവനുണ്ട്. നിങ്ങളുടെ ഭാരം എന്റെ മേലിട്ടുകൊള്ളുക, ഞാൻ നിങ്ങളെ പുലർത്തും. ഹല്ലേലൂയ. നമ്മുടെ ഭാരം വഹിക്കുന്ന, നമ്മെ ചുമക്കുന്ന, നമ്മെ എടുക്കുന്ന, നമുക്ക് വേണ്ടി സകലതും നിവർത്തിക്കുന്ന സ്വന്തം പുത്രനെ ആദരിയാതെ
നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അവനെ നൽകി തന്നുവെങ്കിൽ അവനോടുകൂടെ ഇതൊക്കെയും നൽകി തരുവാൻ മതിയായ വിശ്വസ്തനായ വഴികാട്ടി നമ്മുടെ ജീവിതത്തിലുള്ളതോർത്ത് ഇന്ന് രാവിലെ സമയം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ശേഖേ നമ്മെ ഭുജത്തിൽ വഹിക്കുന്ന കർത്താവ്. അടുത്തത് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹെബ്രോൻ. ഹെബ്രോൻ യെരൂശലേമിൽ നിന്ന് 20 മൈൽ തെക്കുള്ള ഒരു സ്ഥലത്താണ്. അത് അബ്രഹാം അവിടെ യാഗപീഠം പണിതു. ഇസഹാക്കിന്റെ മരണം സംഭവിച്ചത് അവിടെയാണ്. വിവിധ നിലകളിൽ ഇസ്രായേൽ മക്കളുമായി അഭേദ്യമായ ബന്ധം പുലർത്തുന്ന സ്ഥലമാണ് ഈ ഹെബ്രോൻ. ഹെബ്രോൻ എന്ന വാക്കിന്റെ അർത്ഥം കൂട്ടായ്മ എന്നുള്ളതാണ്. ഹല്ലേലൂയ. കർത്താവ്, നമ്മുടെ രക്ഷകനും കർത്താവുമായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. ഒന്നാമതായി നമ്മുടെ കൂട്ടായ്മ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവുമായിട്ടാണ്. ഒന്ന് വായിച്ച് 1 യോഹന്നാൻ 1-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു. യേശു ക്രിസ്തുവിനോടും ആകുന്നു. നമ്മെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണി എന്താ? എന്തുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ചിൽ തന്നെ വന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിലനിൽക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ആരാധിക്കുന്നത്? നമുക്ക് കൂട്ടായ്മ ബന്ധം തന്നിരിക്കുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ്. അവന്റെ ചങ്കിലെ ചോര കൊണ്ട് അവൻ കാലാകാലങ്ങളിൽ നമ്മളെ ഓരോരുത്തരെയും വിലയ്ക്കുവാൻ, എന്നിട്ട് അവൻ നമ്മെ ഈ കൂട്ടായ്മയ്ക്ക് ദൈവസ്നേഹത്തിന് അർഹതയുള്ളവരാക്കി തീർന്നു. ഹെബ്രോനിലേക്ക്, ആ സങ്കേത നഗരത്തിലേക്ക് ഒരുവൻ ഓടി വരിക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അവൻ ഒന്നാമത് ദൈവവുമായി കൂട്ടായ്മയുണ്ട്. ആ വലിയ കൂട്ടായ്മയ്ക്ക് നമ്മൾ അർഹരായി തീർന്നു. എങ്ങനെയാണ്? തിരുവഴുത്ത് നമ്മോട് പറയുന്നത്, നമ്മൾ ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവർ, നമ്മൾ വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരായിരുന്നു, നമ്മൾ ലോകത്തിൽ പ്രത്യാശയില്ലാത്തവരായിരുന്നു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം. നോക്കൂ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് അവൻ നമ്മെ നയിച്ചത് അവന്റെ ചങ്കിലെ ചോര തന്നാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഓർത്താൽ നമ്മുടെ ആരാധനയിൽ നമുക്ക് നിർവിചാരികളായിരിക്കുവാൻ സാധ്യമല്ല. അതിനെക്കുറിച്ച് നമ്മൾ ഓർത്താൽ നമുക്ക് ആരാധന മുടക്കിയിരിക്കുവാൻ സാധ്യമല്ല. അതിനെക്കുറിച്ച് നമ്മൾ ഓർത്താൽ നമ്മുടെ രക്ഷാനായകനെ ആരാധിക്കാതിരിക്കുവാൻ നമുക്ക് സാധ്യമല്ല. ഹല്ലേലൂയ. നമ്മുടെ കർത്താവുമായിട്ടുള്ള നമ്മുടെ കൂട്ടായ്മ, എങ്ങനെയാണ് നമുക്ക് ആ കൂട്ടായ്മ ബന്ധം ശക്തീകരിക്കുവാൻ കഴിയുന്നത്? പ്രധാനമായി നമുക്ക് ദൈവിക സാന്നിധ്യം. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവന് പേരാകും. നമ്മുടെ കർത്താവിന്റെ സാമീപ്യം, നമ്മുടെ കർത്താവിന്റെ കൂട്ടായ്മ എല്ലാം ഇപ്പോഴും നമ്മോടൊപ്പം ഉണ്ട്. ഒന്ന് വായിച്ച 34-ാം സങ്കീർത്തനം അതിന്റെ 18-ാം വാക്യം ഒന്ന് വായിച്ച്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ കൂട്ടായ്മ ബന്ധം നമുക്ക് വിവിധ നിലകളിൽ ലഭ്യമാകും. ആരാധനയിൽ കൂടെ നമുക്കത് ലഭ്യമാകും, പ്രാർത്ഥനയിൽ കൂടെ നമുക്കത് ലഭ്യമാകും, തിരുവചന ധ്യാനത്തിൽ കൂടെ നമുക്കത് ലഭ്യമാകും. ഒരു വാക്യം കൂടെ വായിച്ചതിന് രാവിലെ നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പേ യശയ്യാപ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. ആരുമില്ലെന്ന് അവൻ കണ്ട് പക്ഷവാദം ചെയ്യുവാൻ ആരുമില്ലായ്കയാൽ ആശ്ചര്യപ്പെട്ടു. അതുകൊണ്ട് അവന്റെ ഭുജം തന്നെ അവന് രക്ഷ വരുത്തി, അവന്റെ നീതി അവനെ താങ്ങി. അവൻ നീതി ഒരു കവചം പോലെ ധരിച്ചു, തലക്കൊടിക്ക് തലയിട്ടു. അവൻ പ്രതികാര വസ്ത്രങ്ങളെ ഉടുത്തു, ഭീഷണത ഒരു മേലങ്കി പോലെ പുതച്ചു. നോക്കൂ, ആരും ഇല്ലെന്ന് അവൻ കണ്ട് പക്ഷപാതം ചെയ്യുവാൻ. നമ്മുടെ കർത്താവിന്റെ കൂട്ടായ്മ ബന്ധം എല്ലാം ഉള്ളവർക്ക് വേണ്ടി മാത്രമല്ല. എല്ലാം ഉള്ളവരെ നമ്മുടെ കർത്താവ് ഉപേക്ഷിച്ച് കളയുന്നില്ല. എന്നാൽ ആരുമില്ല എന്ന് തോന്നുന്നവർക്കും കൂട്ടായ്മ ബന്ധം നൽകുന്നവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയപ്പെടട്ടെ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയപ്പെടട്ടെ.